MMO പ്രൈവറ്റ് ഐടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ Shareena.P.P, ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SMPSൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 2-ൽ നമ്മൾ കവർ ചെയ്യുന്ന ഭാഗങ്ങൾ ഹൗ ആൻ SMPS വർക്ക്സ്, SMPSൻ്റെ വർക്കിംഗ്, കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ പവർ സപ്ലൈ ആൻഡ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ, ലീനിയർ പവർ സപ്ലൈയും സ്വിച്ച് മോഡ് പവർ സപ്ലൈയും തമ്മിലുള്ള കമ്പാരിസൺ, പിന്നെ ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMPSൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ് ഓഫ് SMPS. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു SMPS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഹൗ ആൻ SMPS വർക്ക്സ്. ഇതിലൊരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിട്ടുണ്ടല്ലേ. ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ നോക്കുക. അതിൽ 5 ബ്ലോക്കുകൾ കാണാം. ഫസ്റ്റ് ബ്ലോക്കായിട്ടുള്ള ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് AC 230 വോൾട്ട് 50 ഹെർട്സ് നമ്മൾ ഇൻപുട്ടിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് റെക്ടിഫയറിലേക്ക് കൊടുക്കുന്നു. റെക്ടിഫയർ എന്താ ചെയ്യുക? AC-യെ DC ആക്കി മാറ്റും. അത് കഴിഞ്ഞിട്ട് എന്താ ഫിൽട്ടർ അല്ലേ. ഫിൽട്ടറിൽ നമുക്ക് പ്യുവർ DC കിട്ടും. പക്ഷെ അതെന്താ അൺറെഗുലേറ്റഡ് DC ആയിരിക്കും. ആ അൺറെഗുലേറ്റഡ് DC നമ്മൾ ഇൻവെർട്ടർ ചോപ്പർ, രണ്ടാമത്തെ ബ്ലോക്കായ ഇൻവെർട്ടർ ചോപ്പറിലേക്ക് കൊടുക്കുന്നു. ഇൻവെർട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താ? DC-യെ AC ആക്കുക. ഈ ഇൻവെർട്ടറിൽ ചോപ്പർ സർക്യൂട്ടാണ് യൂസ് ചെയ്തിട്ടത്. ഇതൊരു SMPSൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇൻവെർട്ടർ ചോപ്പർ. ഇവിടെ നടക്കുന്നത് ഹൈ സ്പീഡ് സ്വിച്ചിങ് ആണ് ഇൻവെർട്ടർ ചോപ്പറിൽ നടക്കുന്നത്. പവർ ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT ഉപയോഗിച്ച് ഹൈ സ്പീഡ് സ്വിച്ചിങ് നടക്കുന്നത് ചോപ്പർ സർക്യൂട്ടുകളിലാണ്. ചോപ്പർ ഹൈ സ്പീഡ് സ്വിച്ചിങ് ചെയ്ത് DC-യെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് ആവശ്യമായ ആംപ്ലിറ്റ്യൂഡിലുള്ള AC വോൾട്ട് കിട്ടുന്നു. ആ AC-യെ ഔട്ട്പുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടറിലേക്ക് കൊടുക്കുന്നു. ആ ഔട്ട്പുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടറിൻ്റെ ഔട്ട്പുട്ടിൽ അല്ലെങ്കിൽ SMPSൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ആവശ്യമായ സ്റ്റേബിളായിട്ടുള്ള റെഗുലേറ്റഡ് DC കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻവെർട്ടർ ചോപ്പറിൻ്റെ തൊട്ടു താഴെ ഒരു ബ്ലോക്ക് കാണാം അല്ലേ, ചോപ്പർ കൺട്രോളർ. ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ഫീഡ്ബാക്ക് നമ്മൾ ചോപ്പർ കൺട്രോളറിലേക്ക് കൊടുക്കുന്നു. ആ ചോപ്പർ കൺട്രോളർ എന്താ ചെയ്യുന്നത്? ചോപ്പറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോപ്പർ കൺട്രോൾ ഉപയോഗിക്കുന്നത്. ചോപ്പർ കൺട്രോൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം? SMPSൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ചോപ്പർ കൺട്രോളർ ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. പൾസ് വിഡ്ത്ത്, ആ പൾസിൻ്റെ വിഡ്ത്തിനനുസരിച്ചിട്ട് ഇൻവെർട്ടറിലെ സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, കൺട്രോൾ ചെയ്യുന്നത് സ്വിച്ചിങ് റെഗുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ ആണെന്നല്ലേ. അപ്പോൾ ഇവിടെ ചോപ്പർ കൺട്രോളറിൽ എന്ത് ചെയ്യുന്നത്? ഒരു പൾസിനെ ജനറേറ്റ് ചെയ്യും. ആ പൾസിൻ്റെ ഓൺ ഓഫ് പീരീഡ് അല്ലെങ്കിൽ ഡ്യൂട്ടി സൈക്കിൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്വിച്ചിങ്, പവർ ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ് ആക്ഷന്, ഓൺ ഓഫ് എന്നുള്ള സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ സ്വിച്ചിങ്ങിനനുസരിച്ചിട്ട് ഔട്ട്പുട്ടിലെ വ്യത്യാനങ്ങൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് പൾസിൻ്റെ ഡ്യൂട്ടി സൈക്കിളിൽ മാറ്റം വരുത്തുകയും ആ ഡ്യൂട്ടി സൈക്കിൾ സ്വിച്ചിങ്ങിൽ മാറ്റം വരുത്തി നമുക്ക് SMPSൻ്റെ ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു DC അവൈലബിൾ ആക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഒരു SMPSൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന AC ഇൻപുട്ടിനെ റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ സർക്യൂട്ടിലൂടെ കടത്തിവിടുമ്പോൾ നമുക്ക് DC കിട്ടുന്നു. ആ DC ഇൻവെർട്ടർ ചോപ്പർ സർക്യൂട്ടിലേക്ക് കൊടുക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഹൈ സ്പീഡ് സ്വിച്ചിങ് ചെയ്ത് ആ DC-യെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ കിട്ടുന്നു. ആ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് ആവശ്യമായ അല്ലെങ്കിൽ റിക്വയർഡ് ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡിലുള്ള വോൾട്ടേജ്, AC വോൾട്ടേജ് ലഭിക്കുന്നു. ആ AC വോൾട്ടേജിനെ ഔട്ട്പുട്ടിലുള്ള റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ സെക്ഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്യുവർ ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള DC കിട്ടുന്നു. ആ DC-ൻ്റെ ഒരു ഭാഗം നമ്മൾ ഈ ഇൻവെർട്ടർ ചോപ്പറിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളർ സർക്യൂട്ടിലേക്കും കൊടുക്കുന്നുണ്ട്. ആ കൺട്രോളർ സർക്യൂട്ട് ഔട്ട്പുട്ടിൽ എന്തെങ്കിലും വ്യതിയാനം വരാൻ തുടങ്ങുകയാണെങ്കിൽ ആ വ്യതിയാനത്തിനനുസരിച്ചിട്ട് ഇൻവെർട്ടർ ചോപ്പറിൻ്റെ സ്വിച്ചിങ്ങിനെ അത് കൺട്രോൾ ചെയ്യുന്നു. ഇൻവെർട്ടർ ചോപ്പറിനെ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് SMPSൻ്റെ ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു DC ലഭിക്കുന്നു. സ്വിച്ച് മോഡ് പവർ സപ്ലൈ SMPSൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഇനി കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ പവർ സപ്ലൈ ആൻഡ് SMPS എന്താണെന്ന് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ ലീനിയർ പവർ സപ്ലൈ ആൻഡ് SMPS സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ.
അപ്പോൾ ലീനിയർ പവർ സപ്ലൈയും SMPS തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് നോക്കാം. ആ എഫിഷ്യൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ LPSന് ലെസ് എഫിഷ്യൻസിയാണ് അപ് ടു 60%. എന്നാൽ SMPSൽ മോർ എഫിഷ്യൻ്റാണ് SMPS. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 65 to 85% വരെ പോസിബിളാണ് എഫിഷ്യൻസി. അതാണ് SMPS. സൈസ് ആൻഡ് വെയ്റ്റ് LPS ലാർജാണ്, SMPS സ്മോളാണ്. എന്തുകൊണ്ട് സൈസ് ആൻഡ് വെയ്റ്റ് ലാർജ് ആവുന്നത്? LPSൽ ലീനിയർ പവർ സപ്ലൈയിൽ കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. കൂടുതൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന ഹീറ്റായിട്ടാണ് ഡിസിപ്പേറ്റ് ചെയ്യുക. ആ ഹീറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് കമ്പോണൻസൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും, മറ്റ് കമ്പോണൻസുകൾ. അതുകൊണ്ട് തന്നെ വലിയ ഹീറ്റ് സിങ്കുകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വലിയ ഹീറ്റ് സിങ്കിൻ്റെ ഉപയോഗം അതിൻ്റെ സൈസും വെയ്റ്റും കൂട്ടുന്നു. മറ്റൊരു കാരണം നമ്മൾ പറഞ്ഞു പവർ സപ്ലൈ ഫ്രീക്വൻസി 50 ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്, LPS വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അയൺ കോർ ട്രാൻസ്ഫോമറുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അയൺ കോർ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നതും ഒരു സൈസ് ആൻഡ് വെയ്റ്റ് കൂടാനുള്ളൊരു കാരണമാണ്. എന്നാൽ SMPS സ്മോൾ ആണ് കാരണം ഹൈ ഫ്രീക്വൻസിയിലുള്ള ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. സ്വിച്ചിങ് ആണ് അവിടെ നടക്കുന്നത്. ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആണ് നമ്മൾ പറഞ്ഞില്ലേ. ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആയതുകൊണ്ട് തന്നെ ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ്. അതുപോലെ ഹീറ്റ് വളരെ കുറച്ച് മാത്രമേ ഡിസിപ്പേറ്റ് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ചെറിയ ഹീറ്റ് സിങ്കുകളെ ഉപയോഗിക്കുന്നുള്ളൂ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ SMPS എന്താണ് LPSനേക്കാൾ ചെറുതും സൈസ് ചെറുതും വെയ്റ്റ് കുറഞ്ഞതുമാണ്. മൂന്നാമത്തത് ഹീറ്റ് ആൻഡ് പവർ ഡിസിപ്പേഷൻ. അത് കൂടുതലാണ് LPSൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഹീറ്റ് ആൻഡ് പവർ ഡിസിപ്പേഷൻ LPSൽ കൂടുതലും, SMPSൽ അത് വളരെ കുറവുമാണ്. ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി LPS മെയിൻ ഫ്രീക്വൻസിയായ 50 ഹെർട്സിലാണ്, 50 അല്ലെങ്കിൽ 60 ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. SMPS 15 kHz to 1 MHz വർക്ക് ചെയ്യുന്നത്. അതായത് ഇൻപുട്ട് AC വോൾട്ടേജ്. ലീനിയർ പവർ സപ്ലൈ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 230 വോൾട്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് 210 മുതൽ 240 ഇടയിലുള്ള ഒരു വേരിയേഷൻസ് വരാം. 210 അല്ലെങ്കിൽ 240 ഇടയിലുള്ള വോൾട്ടിൽ വർക്ക് ചെയ്യും. എന്നാൽ SMPSന് എന്ത് മതി? 100 വോൾട്ടിന് താഴെ മതി. ലോ ആസ് 100 വോൾട്ട്. 100 വോൾട്ടിന് താഴെയാണെങ്കിലും SMPS വർക്ക് ചെയ്യും. ആറാമത്തത് EMI, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ്. ലീനിയർ പവർ സപ്ലൈയിൽ മേ ബി ജനറേറ്റർ അണ്ടർ ഹെവി കറണ്ട് ലോഡിങ് കൂടുകയാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ EMI ഉണ്ടാവുള്ളൂ LPSൽ. എന്നാൽ സ്വിച്ച് മോഡ് പവർ സപ്ലൈയിൽ നമ്മൾ പറഞ്ഞ ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? EMI പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സ്വിച്ചിങ് ആക്ഷൻ കാരണം SMPSൽ EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാകും. അത് മറ്റ് ഭാഗങ്ങളെ അത് ഇഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് SMPSന് മെറ്റൽ കേസ് കവറിങ് കൊടുക്കുന്നത്. മെറ്റൽ കേസിൻ്റെ കവറിങ് ആണ് കൊടുക്കുക. നിങ്ങൾ SMPS കണ്ടിട്ടുണ്ടാകും. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കൂടെയൊക്കെ വരുന്ന SMPS ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതെല്ലാം മെറ്റൽ കേസോട് കൂടിയ കവറിങ് ആണുള്ളത്. ആ മെറ്റൽ കേസ് കൊടുക്കുന്നതിന് കാരണം എന്താണ്? EMI കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് സർക്യൂട്ട് കോംപ്ലക്സിറ്റി. സിമ്പിൾ സർക്യൂട്ടാണ് LPSൻ്റേത്. എന്നാൽ SMPSൻ്റേത് ഒരു കോംപ്ലക്സ് സർക്യൂട്ടറിയാണ്. ബിക്കോസ് അത് മൈക്രോ കൺട്രോളറെല്ലാം ഇൻക്ലൂഡഡ് ആണ്. കുറച്ചുകൂടെ കോംപ്ലക്സ് പവർ സ്വിച്ചിങ് എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അത് കോംപ്ലക്സ് സർക്യൂട്ട് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് നോക്കാം. നമുക്ക് ലീനിയർ പവർ സപ്ലൈയിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. വോൾട്ടേജ് വാരി സിഗ്നിഫിക്കൻ്റ്ലി വിത്ത് ലോഡ്. നമ്മൾ ലോഡ് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വോൾട്ടേജിൽ ലോഡ് കൂടുകയാണെങ്കിൽ വോൾട്ടേജിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്. എന്നാൽ SMPSൽ എനി വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ അഴിച്ചു നോക്കുന്ന സമയത്ത് SMPS കണ്ടിട്ടുണ്ടാകും. SMPSൽ ഒരുപാട് പിന്നുകളും കണ്ടിട്ടുണ്ടാകും. പല വോൾട്ടുകളില്ല ഒരുപാട് കണക്ടേഴ്സ് അതിൽ കണ്ടിട്ടുണ്ടാകും. അപ്പം നമുക്ക് ആവശ്യമായ വോൾട്ടേജുകൾ ഉള്ള കണക്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. എനി വോൾട്ടേജ് നമുക്ക് അവൈലബിൾ ആണ് SMPSൽ. വോൾട്ടേജ് വാരീസ് ലിറ്റിൽ വിത്ത് ലോഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല, വോൾട്ടേജിൽ ചെറിയ വേരിയേഷൻ, വളരെ കുറഞ്ഞ വേരിയേഷൻസ് മാത്രമേ ഉണ്ടാവൂ. എന്നാൽ ലീനിയർ പവർ സപ്ലൈ ആണെങ്കിൽ ലോഡിനനുസരിച്ചിട്ട് വോൾട്ടേജ് വേരി ചെയ്യും. അടുത്തത് ഇലക്ട്രോണിക് നോയ്സ് അറ്റ് ഔട്ട്പുട്ട് ടെർമിനൽസ്. നമ്മൾ
ലീനിയർ പവർ സപ്ലൈ ഒരു ഓഡിയബിൾ എക്യുപ്മെൻസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോസ് ഓഡിയബിൾ ഹം ഇൻ ഓഡിയോ എക്യുപ്മെൻറ്റ്. ഒരു LPS ഉപയോഗിച്ചിട്ടൊരു ഓഡിയബിൾ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ അതിൽ ഹം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്രൈറ്റ്നസ് റിപ്പിൾസ് ഉണ്ടാകും. അതിൽ സെക്യൂരിറ്റി ക്യാമറാസ് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ അതിൽ ബ്രൈറ്റ്നസ് റിപ്പിൾസ് ഉണ്ടാകും. ഇത് രണ്ടും ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യുന്നത് മെയിൻ പവർ ഫ്രീക്വൻസിയായ 50 ഹെർട്സിലായതുകൊണ്ടാണ്. എന്നാൽ SMPSൽ എന്തുണ്ടാവില്ല, ഹം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ, സ്വിച്ചിങ് തന്നെയാണ്. ഹൈ സ്പീഡ് സ്വിച്ചിങ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഹം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത്രയുമാണ് LPSും SMPSും തമ്മിലുള്ള കമ്പാരിസൺസ്. ഇനി അടുത്തത് നമുക്ക് ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് SMPS ആണ്. വിത്ത് AC ഇൻപുട്ട് ആൻഡ് റെഗുലേറ്റഡ് DC ഔട്ട്പുട്ട്. ഒരു AC ഇൻപുട്ട് കൊടുത്തിട്ട് നമുക്ക് റെഗുലേറ്റഡ് DC കിട്ടുന്ന ഒരു SMPSൻ്റെ ബ്ലോക്ക് ഡയഗ്രാമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് 4 സെക്ഷനുകളുണ്ട്. നമുക്ക് ഓരോ സെക്ഷനുകളായിട്ട് പഠിക്കാം. മെയിൻ സ്റ്റേജസ്: ഇൻപുട്ട് AC സെക്ഷൻ, പവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ, കൺട്രോൾ സെക്ഷൻ. AC ഇൻപുട്ട് സെക്ഷൻ, പവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ, കൺട്രോൾ സെക്ഷൻ. ഇങ്ങനെ 4 സെക്ഷനുകളായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് സെക്ഷൻ നമുക്ക് നോക്കാം, ഇൻപുട്ട് AC സെക്ഷൻ. AC ഇൻപുട്ട് സെക്ഷനിൽ 2 ഭാഗങ്ങളാണുള്ളത്: ഇൻപുട്ട് RFI ഫിൽട്ടർ, ഇൻപുട്ട് റെക്ടിഫയർ ആൻഡ് ഫിൽട്ടർ. മെയിൻ സപ്ലൈ AC 230 വോൾട്ട് 50 ഹെർട്സ് ഇൻപുട്ട് RFI ഫിൽട്ടറിൽ കൂടെ നമ്മൾ പാസ് ചെയ്യിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് EMI അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പാസ് ചെയ്യിക്കുന്നത്. ഇതൊരു പ്രൊട്ടക്റ്റീവ് സർക്യൂട്ടാണ്. വോൾട്ടേജസിലുണ്ടാകുന്ന ഷോർട്ട് ഡ്യൂറേഷൻ പൾസസിനെ സപ്രസ് ചെയ്തുകൊണ്ടാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇൻപുട്ട് RFI ഫിൽട്ടറിൽ ഇൻഡക്ടർ, കപ്പാസിറ്ററൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കൂടാതെ MOV മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്ററും ഉണ്ടാവാറുണ്ട്. AC വോൾട്ടേജിന് എക്രോസ് ആയിട്ട് MOV കണക്ട് ചെയ്യാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ AC വോൾട്ടേജസിൽ ഉണ്ടാകുന്ന സ്പൈക്ക് അല്ലെങ്കിൽ സർജസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MOV യൂസ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഒരു ബ്ലൂ കളറിൽ MOV അവിടെ ബോർഡിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ PFC പവർ ഫാക്ടർ കറക്ഷൻ സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്? AC മെയിൻസിനെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PFC സർക്യൂട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്നുള്ള സിഗ്നൽ നേരെ ഇൻപുട്ട് റെക്ടിഫയറിലേക്കാണ് കൊടുക്കുന്നത്. റെക്ടിഫയർ എന്നിവ ഉപയോഗിക്കുന്നത് ACയെ DC ആക്കുന്നു. ACയെ DC ആക്കാനാണ് റെക്ടിഫയർ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റെക്ടിഫയർ ഇവിടെ ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെങ്കിൽ ബ്രിഡ്ജ് ഡയോഡ് അല്ലെങ്കിൽ ബ്രിഡ്ജ് മൊഡ്യൂളാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ കൂടെ തന്നെ ഫിൽറ്ററും യൂസ് ചെയ്യാറുണ്ട്. ഫിൽറ്റർ കപ്പാസിറ്റർ, ലാർജ് വാല്യൂ ഫിൽറ്റർ കപ്പാസിറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അറൗണ്ട് 300 വോൾട്ട് DC സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്ററാണ് നമ്മൾ ഇവിടെ ഫിൽറ്റർ കപ്പാസിറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസിലും SMPS വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ഫിൽറ്ററുകൾ ഹൈ വാല്യൂ അല്ലെങ്കിൽ ലാർജ് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ആയിട്ടുള്ള കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ. Input AC section consists of input RFI filter, rectifier and filter stage. AC input goes through input filter to reduce EMI and it is a protective circuit. It is used to suppress short pulses around AC voltages. അപ്പോൾ AC വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഷോർട്ട് പൾസസിനെ സപ്രസ് ചെയ്യുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻഡക്ടേഴ്സ് ആൻഡ് ഹൈ വോൾട്ടേജ് കപ്പാസിറ്റേഴ്സ്. അതിൽ കപ്പാസിറ്റേഴ്സും ഇൻഡക്ടേഴ്സും ഹൈ വോൾട്ടേജ് കപ്പാസിറ്റേഴ്സുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പവർ ഫാക്ടർ കറക്ഷൻ ഫോർ ഇഫക്റ്റീവ് യൂസ് ഓഫ് AC മെയിൻസ് സപ്ലൈ. MOV മെറ്റൽ ഓക്സൈഡ് വാരിസ്റ്റർ കണക്റ്റഡ് അക്രോസ് ദ AC സപ്ലൈ ടു പ്രിവെൻറ്റ് എനി സർജ് ഓർ സ്പൈക്സ് ഇൻ ദ വോൾട്ടേജ്. ഇതിൽ ഈ ഫിഗറിൽ ഒരു കണക്റ്റിംഗ് പവർ പ്ലഗ് ഉണ്ട്. 110 അല്ലെങ്കിൽ 230 വോൾട്ട് AC കൊടുത്തത് കാണാം. 230 വോൾട്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഫോറിൻ കൺട്രീസിലൊക്കെ 110 യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ 230 വോൾട്ട് മെയിൻസ് പവർ സ്വിച്ചിലേക്ക് വരുന്നു. സ്വിച്ചിൽ നിന്ന് 230 വോൾട്ട് നേരെ ഇൻപുട്ട് പ്രൊട്ടക്ഷന് നമ്മൾ നേരത്തെ പറഞ്ഞ MOVയിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് EMI അല്ലെങ്കിൽ RFI ഫിൽറ്ററിലേക്ക്, അവിടുന്ന് റെക്ടിഫയർ ബ്രിഡ്ജിലേക്ക്, അവിടുന്ന് നമ്മൾ പറഞ്ഞത് നേരത്തെ ഫിൽറ്റർ കപ്പാസിറ്ററാണ് പറഞ്ഞത്. അതിന് മുമ്പ് ഇവിടെ ഒരു ഇൻറഷ് ലിമിറ്റിംഗ് കാണാം അല്ലേ. ഇൻറഷ് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റിംഗ്, അതായത് കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഇൻറഷ് കറണ്ട് വരാം.
പെട്ടെന്നുള്ള കറണ്ട് വരും. ആ കറണ്ട് കപ്പാസിറ്ററിൻ്റെ ലൈഫിനെ ബാധിക്കാം. അതുപോലെ റെക്ടിഫയർ ഡയോഡിനെ നശിപ്പിക്കാം. അല്ലെങ്കിൽ പവർ സ്വിച്ചസിൻ്റെ കോണ്ടാക്ട്സ് ഒക്കെ ഡാമേജ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻറഷ് കറണ്ടിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ NTC തെർമിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. പവർ സെക്ഷനിൽ നമുക്ക് 2 സെക്ഷൻ തന്നെയാണുള്ളത്, 2 ബ്ലോക്കുകളാണുള്ളത്. പവർ സ്വിച്ചസും HF ട്രാൻസ്ഫോമർ. DC ഇൻപുട്ട്, റെക്ടിഫയറിൽ നിന്നുള്ള DC ഇൻപുട്ട് നമ്മൾ പവർ സ്വിച്ചസിലേക്കാണ് കൊടുക്കുന്നത്. പവർ സ്വിച്ചസായിട്ട് നമുക്ക് പവർ ട്രാൻസിസ്റ്ററോ അല്ലെങ്കിൽ മോസ്ഫെറ്റോ ഉപയോഗിക്കാവുന്നതാണ്. മോസ്ഫെറ്റ് DCനെ ഹൈ ഫ്രീക്വൻസിയിൽ ചെയ്യാം. സ്വിച്ച് ഇടുക DC വോൾട്ടേജ് അക്രോസ് ദ ട്രാൻസ്ഫോമർ വൈൻഡിങ്. ഓക്കെ, ഈ പവർ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ മോസ്ഫെറ്റുകൾ ഈ DCനെ സ്വിച്ചസ് ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസിയിൽ സ്വിച്ച് ചെയ്ത് ഹയർ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിലേക്ക് കൊടുക്കുന്നു. അവിടെ സെക്യൂരിൽ കാണാം സ്ക്വയർ പൾസസ് ആണ് അവിടെ കിട്ടുന്നത്. ആ സ്ക്വയർ നമ്മൾ പ്രൈമറിയിലേക്ക് കൊടുക്കുന്നു. സെക്കൻഡറിയിൽ നമുക്ക് AC വോൾട്ടേജ്, നമുക്ക് ആവശ്യമുള്ള ആംപ്ലിറ്റ്യൂഡുള്ള AC വോൾട്ടേജ് ലഭിക്കുകയും ചെയ്യും. ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറായിട്ട് ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത്, കാരണം ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് ആണ്. അതുപോലെ ഓവർലോഡ് സെൻസ് ചെയ്യാനുള്ള സെൻസറുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓവർലോഡിൽ നിന്ന് SMPSനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർലോഡ് സെൻസറുകളും ഉപയോഗിക്കാറുണ്ട്. Power section consists of switching power transistors and HF transformer. Chopper transistors or MOSFETs switch the DC voltage at high speed to transformer primary in a push-pull manner. പുഷ്-പുൾ ആംപ്ലിഫയറിനെ കുറിച്ച് നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ ഒരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ആംപ്ലിഫൈ ചെയ്യും, ഒരു ട്രാൻസിസ്റ്റർ നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്. അപ്പോൾ ഇവിടെ നമ്മൾ സ്വിച്ചിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് സൈക്കിളിൽ ഒരു ട്രാൻസിസ്റ്റർ സ്വിച്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അതാണ് പുഷ്-പുൾ മാനർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോസ്ഫെറ്റ് അല്ലെങ്കിൽ ചോപ്പർ ട്രാൻസിസ്റ്റേഴ്സ് സ്വിച്ച് ദ DCനെ സ്വിച്ച് ചെയ്യുന്നു അറ്റ് ഹൈ സ്പീഡ് ടു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിലേക്ക് ഹൈ സ്പീഡിൽ DCനെ സ്വിച്ച് ചെയ്യുകയാണ് മോസ്ഫെറ്റ് അല്ലെങ്കിൽ ചോപ്പർ ട്രാൻസിസ്റ്റർ ചെയ്യുക. അത് പുഷ്-പുൾ മാനറിലാണ്, പുഷ്-പുൾ രീതിയിലാണ്. സ്വിച്ചിങ് കൺട്രോൾഡ് ബൈ ദ ഡ്യൂട്ടി സൈക്കിൾ കൺട്രോൾ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പൾസിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി സൈക്കിൾ അല്ലെങ്കിൽ ഓൺ ഓഫ് പീരീഡാണ് ഇതിനെ കൺട്രോൾ സ്വിച്ചിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അറ്റ് സെക്കൻഡറി ഓഫ് ഔട്ട്പുട്ട് ട്രാൻസ്ഫോമർ വി ഗെറ്റ് AC വിത്ത് റിക്വയർഡ് ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് ആവശ്യമായ അളവിലുള്ള ആംപ്ലിറ്റ്യൂഡ് നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ കിട്ടുന്നു. And the transformer is small size with ferrite core because of high frequency. ഹൈ ഫ്രീക്വൻസി ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സൈസിലുള്ള ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് SMPSൻ്റെ സൈസ് വെയിറ്റ് കുറയുന്നത് നമ്മൾ നേരത്തെ കമ്പാരിസണിൽ പറഞ്ഞിരുന്നു. അഡീഷണൽ വൈൻഡിങ് ക്യാൻ ബി ആഡഡ് ടു പ്രൊവൈഡ് മോർ ദാൻ വൺ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. നമുക്ക് വ്യത്യസ്ത വോൾട്ടേജുകൾ വേണം. ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ SMPSൻ്റെ കേസിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ മദർ ബോർഡിലേക്ക് ഒരു വോൾട്ടേജ്, വേറെ ഹാർഡ് ഡിസ്ക് വേറെ സെക്ഷനിലേക്ക്, ഓരോ സെക്ഷനിലേക്കും ഓരോ വോൾട്ടേജസുകളാണ്. അപ്പോൾ വ്യത്യസ്ത വോൾട്ടേജുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കണമെങ്കിൽ നമുക്ക് അഡീഷണൽ വൈൻഡിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ദ കറൻറ്റ് സെൻസ് സർക്യൂട്ട് സെൻസസ് ഓവർലോഡ് കറൻറ്റ് ആൻഡ് പ്രൊട്ടക്ട് SMPS ഫ്രം ഓവർലോഡിങ്ങിൽ നിന്ന് SMPSനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറൻറ്റ് സെൻസ് സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ സെക്ഷൻ ഔട്ട്പുട്ട് സെക്ഷനാണ്. ഔട്ട്പുട്ട് സെക്ഷനിൽ കാര്യമായിട്ട് ഒന്നും പറയാനില്ല, കാരണം ഔട്ട്പുട്ട് റെക്ടിഫയർ നമ്മൾ പറഞ്ഞു, ഫിൽറ്ററും നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. റെക്ടിഫയറിൻ്റെയും ഫിൽറ്ററിൻ്റെയും ഉപയോഗം 2 സെക്ഷനാണുള്ളത് ഔട്ട്പുട്ടിൽ. ഔട്ട്പുട്ട് റെക്ടിഫയറും ഹൈ ഫ്രീക്വൻസി ACനെ വീണ്ടും DC ആക്കാൻ വേണ്ടിയിട്ടൊരു റെക്ടിഫയർ യൂസ് ചെയ്യുന്നു. ഷോർട്ട് കീ ഡയോഡുകളൊക്കെയാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഔട്ട്പുട്ട് അതിന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി ഫിൽറ്ററിൻ്റെ ഔട്ടിൽ നമുക്ക് വ്യത്യസ്തമായ ഡിഫറെൻറ്റ് വോൾട്ടേജസ് നമുക്ക് കിട്ടുന്നു. ഇതിൽ ഫിഗറിൽ കാണാം 3.3 വോൾട്ട്, -12 വോൾട്ട്, -5 വോൾട്ടൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് വോൾട്ടേജസ് നമുക്ക് ലഭിക്കുന്നു DC ഔട്ട്പുട്ടായിട്ട്. Output section consists of output rectifier and filter circuit. Silicon diodes, Schottky diodes or MOSFETs are used as rectifiers. ഇതിൽ പവർ IGBT അതുപോലെ സിലിക്കൺ ഡയോഡ്, ഷോർട്ട്കി ഡയോഡ്, മോസ്ഫെറ്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഫിൽട്ടർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് ഇൻഡക്ടേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്.
The DC voltage across the filter capacitor is given to ലോഡ്. നമ്മൾ SMPS എന്താണോ വർക്ക് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അതിലേക്ക് SMPS നമ്മൾ ആ ലോഡ് SMPSലേക്ക് കണക്ട് ചെയ്യുന്നു. DC അക്രോസ് ദ ഫിൽറ്റർ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജാണ് നമ്മൾ ലോഡിൽ കൊടുക്കുന്നത്. ആൾസോ ഇറ്റ് ഈസ് ഗിവൺ ഫോർ ഫീഡ്ബാക്ക്. ആ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം എടുത്ത് നമ്മൾ ചോപ്പർ കൺട്രോൾ സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നുണ്ടല്ലേ. കറക്റ്റായിട്ട് ഔട്ട്പുട്ടിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേബിളായിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ട് DC കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം നമ്മൾ സ്വിച്ചിങ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ സ്വിച്ച്, അതായത് ഇൻപുട്ടിൽ വരുന്ന വേരിയേഷൻസ് അനുസരിച്ചിട്ട് ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഫീഡ്ബാക്കിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിൽറ്ററിന് അക്രോസ് വരുന്ന DC വോൾട്ടേജ് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് മെയിൻ സെക്ഷൻ, അതായത് കൺട്രോൾ സെക്ഷനാണ്. കൺട്രോൾ സെക്ഷനിൽ വരുന്നത് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട്, അതുപോലെ PWM പൾസ് വിഡ്ത്ത് മോഡുലേറ്റർ കൺട്രോളറും അതിൻ്റെ കമ്പാരിറ്ററൊക്കെയാണ്. ഇവിടെ നോക്കാം നമുക്ക് ഫീഡ്ബാക്ക് ഫ്രം ഔട്ട്പുട്ട്. അതായത് ഔട്ട്പുട്ടിൽ നിന്നുള്ള ഫീഡ്ബാക്ക് നമ്മളൊരു കമ്പാരിറ്ററിലേക്കാണ് കൊടുക്കുന്നത്. കമ്പാരിറ്ററിൽ ഓൾറെഡി നമ്മളൊരു വോൾട്ടേജ്, റെഫറൻസ് വോൾട്ടേജ് ഫിക്സ് ചെയ്ത് വെക്കും. ഔട്ട്പുട്ട് ആ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വരുന്ന സമയത്ത് അവിടെ ഒരു എറർ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ഇനി ഔട്ട്പുട്ട് വോൾട്ടേജ് ആ റെഫറൻസ് വോൾട്ടേജിനേക്കാൾ കുറയുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഒരു എറർ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. ആ എറർ വോൾട്ടേജ് ഒപ്റ്റോ ഐസൊലേറ്ററിലേക്ക് കൊടുക്കും. ഐസൊലേറ്ററിൽ നിന്ന് പൾസ് വിഡ്ത്ത് മോഡുലേറ്ററിലേക്ക് കൊടുക്കും. അപ്പോൾ ആ എറർ വോൾട്ടേജ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു പൾസ് ജനറേറ്റ് ചെയ്യും. മോഡുലേറ്റഡ് ആയിട്ടുള്ളൊരു പൾസ് ജനറേറ്റ് ചെയ്യും PWM. ആ പൾസിൻ്റെ ഓൺ പീരീഡ് നമുക്ക് എന്ത് ചെയ്യും? ഈ വരുന്ന സിഗ്നൽ വരുന്ന വേരിയേഷൻ അനുസരിച്ചിട്ട് വേരി ചെയ്യും. ഓൺ ഓഫ് ഡ്യൂറേഷൻ അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്യൂട്ടി സൈക്കിളിൽ വേരിയേഷൻ വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ട്രാൻസിസ്റ്ററിൻ്റെ സ്വിച്ചിങ്ങിലും വ്യത്യാസം വരും. അങ്ങനെ വ്യത്യാസം വരുത്തിയിട്ടാണ് നമ്മൾ SMPSൻ്റെ ഔട്ട്പുട്ടിൽ റെഗുലേറ്റഡ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള DC പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കൺട്രോൾ സെക്ഷൻ. കൺട്രോൾ സെക്ഷനിൽ ഫീഡ്ബാക്ക് സെക്ഷനാണ് മെയിനായിട്ട്, അതുപോലെ അതിൻ്റെ പൾസ് ജനറേഷൻ സെക്ഷനും. Control section consists of feedback circuit, voltage comparison amplifier, pulse width modulator and isolation mechanism. Feedback circuit monitors the output voltage and compares it with the reference voltage in voltage comparator. ഫീഡ്ബാക്ക് സർക്യൂട്ട് ഔട്ട്പുട്ട് വോൾട്ടേജിനെ എപ്പോഴും ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും, വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് കമ്പയർ ഇറ്റ് വിത്ത് ദ റെഫറൻസ് വോൾട്ടേജ് ഇൻ വോൾട്ടേജ് കമ്പാരറ്റർ. എനി ചേഞ്ച് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊഡ്യൂസസ് എറർ വോൾട്ടേജ്. This error voltage vary duty cycle, that means on-off period of controlling pulses. This is PWM controller. PWM means pulse width modulator. Pulse width modulator control. These pulses drive switching transistor in order to keep steady output voltage under all loads. When the load increases, output voltage tend to drop. Then on period of controlling pulses increases and output is maintained at a constant level. When load decreases, load കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഔട്ട്പുട്ട് വോൾട്ടേജ് ടെൻ ടു ഇൻക്രീസ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടും. അതെന്ത് ചെയ്യും? ഓൺ പീരീഡ് ഓഫ് കൺട്രോളിങ് പൾസസ് ഡിക്രീസസ്. ദസ് റെഗുലേഷൻ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് അച്ചീവ്ഡ്. ലോഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഡ്രോപ്പ് ആവും, കുറയും. അപ്പോൾ ഓൺ പീരീഡ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ഓൺ പീരീഡ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് കോൺസ്റ്റൻ്റ് ആവും. അതേസമയം ലോഡ് കുറയുകയാണെങ്കിലോ? ലോഡ് കുറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ടെൻ ടു ഇൻക്രീസ്, അത് കൂടുക ചെയ്യുക. ലോഡ് കുറയുമ്പോൾ അവിടെ വോൾട്ടേജ് കൂടും. വോൾട്ടേജ് കൂടുന്ന സമയത്ത് ഓൺ പീരീഡ് ഡിക്രീസ് ആവും. ഓൺ പീരീഡ് ഡിക്രീസ് ആകുമ്പോൾ ഔട്ട്പുട്ടിൽ വീണ്ടും എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജിനെ കിട്ടും. ഫോർ സേഫ്റ്റി റീസൺസ് ഐസൊലേഷൻ ഇസ് ദ ബൈ ആൻ ഒപ്റ്റോ ഐസൊലേറ്റർ ആൻഡ് ട്രാൻസ്ഫോമർ. സേഫ്റ്റിക്ക് വേണ്ടി നമ്മളവിടെ ഒരു ഐസൊലേഷൻ മെക്കാനിസം യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഒപ്റ്റോ ഐസൊലേറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സെക്യൂർ സെക്ഷൻ, അതായത് മെയിൻ പവർ കൺട്രോൾ IC, അതുപോലെ സ്വിച്ചിങ് FET, ട്രാൻസ്ഫോമർ, ഷോർട്ട് ഡയോഡ്, ഫിൽറ്റർ കപ്പാസിറ്ററിൻ്റെയൊക്കെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന വേരിയേഷൻസ്, സിഗ്നലിൽ വരുന്ന പൾസ് വിഡ്ത്ത് മോഡുലേറ്ററിൻ്റെ സിഗ്നൽ, അതുപോലെ ഡിസ്റ്റോർട്ടഡ് സ്ക്വയർ AC, ഇതെല്ലാം കാണിച്ചിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മൾ പറഞ്ഞത്. 4 സെക്ഷൻ ഉണ്ടായിരുന്നു. AC ഇൻപുട്ട് സെക്ഷൻ, പവർ സെക്ഷൻ, ഔട്ട്പുട്ട് സെക്ഷൻ, കൺട്രോൾ സെക്ഷൻ.
ഇനി നമുക്ക് SMPSൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹയർ എഫിഷ്യൻസി, സ്മോളർ സൈസ്, ലൈറ്റർ വെയ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഹൈ എഫിഷ്യൻ്റ് ആണ്, സ്മോൾ സൈസ്, ലൈറ്റ് വെയ്റ്റ്, ഇതൊക്കെയാണ് ഇത് അഡ്വാൻറ്റേജസ് ആണ്. ഹീറ്റ് ആൻഡ് പവർ ഡിസിപ്പേഷൻ ഇസ് വെരി ലോ. വൈഡ് AC ഇൻപുട്ട് വോൾട്ടേജ് റേഞ്ച് 90 to 270 വോൾട്ട് വരെ നമുക്ക് SMPS വർക്ക് ചെയ്യും. 90 വോൾട്ട് മുതൽ 270 വോൾട്ട് വരെയുള്ള വേരിയേഷൻസ് AC വോൾട്ടേജസിൽ വരുന്ന വേരിയേഷൻസിൽ SMPS വർക്ക് ചെയ്യും എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് ലെസ് സെൻസിറ്റീവ് ടു ഇൻപുട്ട് വോൾട്ടേജ് വേരിയേഷൻ. ഹൈ പ്രിസിഷൻ വോൾട്ടേജ് റെഗുലേഷൻ, ലോ ഔട്ട്പുട്ട് നോയ്സ് റിപ്പിൾ, സ്ട്രോങ് പ്രൊട്ടക്ഷൻ ഫങ്ഷൻ. നോയ്സും റിപ്പിളൊക്കെ വളരെ കുറവാണ്. അതുപോലെ ഹൈ പ്രിസൈസ് വോൾട്ടേജ് റെഗുലേഷൻ നമുക്ക് കിട്ടുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് SMPS എന്ന് നോക്കാം. കൺട്രോൾ സർക്യൂട്ടറി ഈസ് എക്സ്പെൻസീവ് ആൻഡ് കോംപ്ലക്സ്. നമ്മൾ LPSനെ കമ്പയർ നോക്കുമ്പോൾ ഈ കൺട്രോൾ സർക്യൂട്ടറി എക്സ്പെൻസീവ് ആൻഡ് കോംപ്ലക്സ് ആണ്. പിന്നെ ലൈൻ ഫിൽട്ടർ ഈസ് നെസസറി ടു അവോയ്ഡ് EMI. ഹൈ സ്പീഡ് സ്വിച്ചിങ് ഉള്ളത് കൊണ്ട് അവിടെ EMI ഉണ്ടാവും. EMIനെ അവോയ്ഡ് ചെയ്യാൻ ലൈൻ ഫിൽറ്റേഴ്സ് നിർബന്ധമാണ് എന്നുള്ളതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് SMPSൻ്റെ. നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ്. SMPS എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നോക്കാം. പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിൽ, അതുപോലെ ബാറ്ററി ചാർജസ്, മൊബൈൽ ഫോണ്, ഡിജിറ്റൽ ക്യാമറ, ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ, ഇതിൻ്റെയൊക്കെ ബാറ്ററി ചാർജസുകളിൽ ഉപയോഗിക്കുന്നു. വെഹിക്കിൾസിൽ ഇലക്ട്രിക് ബൈക്ക്, കാറ്, സ്പേസ് വെഹിക്കിൾസിലൊക്കെ SMPS യൂസ് ചെയ്യുന്നുണ്ട്. കൺസ്യൂമർ ഇലക്ട്രോണിക്സ്, TV, DVD എക്സെട്ര ആൻഡ് ലൈറ്റിംഗ്, പവറിംഗ് ഓഫ് LED സർക്യൂട്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. സ്പേസ് സ്റ്റേഷനുകളിൽ നമ്മൾ SMPS യൂസ് ചെയ്യുന്നുണ്ട്. ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുന്ന SMPSൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഭാഗങ്ങൾ, സെക്കൻഡറി, അതിൻ്റെ പ്രൈമറി, അതിൻ്റെ PFC സർക്യൂട്ട്, ഐസൊലേഷൻ, ഇതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതൊരു സെൽഫോൺ ചാർജറിൽ ഉപയോഗിക്കുന്ന SMPS ആണ്. SMPS ഇൻ സെൽഫോൺ ചാർജറാണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു DVD പ്ലെയറിലുള്ള SMPS. നെക്സ്റ്റ് ഒരു LCD TVയിൽ വരുന്ന SMPS സെക്ഷൻ. ആൻഡ് PC പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വരുന്ന SMPS ATX. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SMPSൻ്റെ ഡിഫറെൻറ്റ് ടോപ്പോളജീസ് ഓഫ് SMPS, പിന്നെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന SMPSനെ കുറിച്ചാണ്. ഓക്കെ, താങ്ക് യു.